കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. 23 മലയാളികളടക്കം 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് ശേഷം നാടുകളിലേക്ക് കൊണ്ടുപോയി. മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. 23 മലയാളികളുടെയും 7 തമിഴ്നാട് സ്വദേശികളുടെയും 1 കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിച്ചത്. വ്യോമസേനയുടെ പ്രത്യേക ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റായ C-130 ജെയിലാണ് രാവിലെ 10:30 മൃതദേഹങ്ങൾ കൊണ്ടുവന്നത്. നടപടികൾ പൂർത്തിയാക്കി 11:45 ഇമ്പോർട്ട് കാർഗോ ടെർമിനലിന് പുറത്ത് പൊതുദർശനത്തിനായി എത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, കീർത്തിവർദ്ധൻ സിംഗ്, സംസ്ഥാന മന്ത്രിമാരായ P. രാജീവ്, K. രാജൻ, റോഷി അഗസ്റ്റിൻ, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. പത്തനംതിട്ട സ്വദേശി സിബിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അച്ഛൻ ബാബു നേരിട്ടെത്തിയത് കരളലിയിക്കുന്ന കാഴ്ചയായി. സിബിന്റെ ബന്ധുക്കളും എത്തിയിരുന്നു. വെളുപ്പിനെ 3 മണി വരെ ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് 3 മണി വരെ ഉണ്ട്. വൈഫിനോട് സംസാരിച്ചിട്ടാണ് വീടിനടുത്ത് കീഴ്വായ്പൂർ തന്നെ, വീടിനടുത്ത് തന്നെ പള്ളിയിൽ സംസ്കാരം ഇല്ല തിങ്കളാഴ്ച. നെടുമ്പാശ്ശേരിയിലെ പൊതുദർശനത്തിന് ശേഷം 12:30 മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് മാറ്റി. തമിഴ്നാട് സ്വദേശികളായ 7 പേരുടെയും മൃതദേഹങ്ങൾ തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി KS മസ്താൻ ഏറ്റുവാങ്ങി. കർണാടക സ്വദേശി വിജയകുമാർ പ്രശ്നയുടെ മൃതദേഹവും പൊതുദർശനത്തിന് വെച്ചിരുന്നു. 14 മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള പ്രവാസി ജീവിതത്തിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർ നാടിന്റെയാകെ നൊമ്പരമായി മാറുകയായിരുന്നു. ജനം, കൊച്ചി.